ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ നല്ല അടിപൊളിയായിട്ടും ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. ഹാപ്പി ആയിട്ടിരിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇന്ന് തൊട്ട് എനിക്ക് 6 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഓഫാണ്. ആനുവൽ ലീവ് അല്ല, ഓഫാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് തൊട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് എൻജോയ് ചെയ്യാനായിട്ട് പോവാണ്. പക്ഷേ ഇന്നത്തെ ദിവസം ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ, കാരണം അച്ഛന് ഡ്യൂട്ടി ഉണ്ട്. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് കർട്ടൻസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് കോഫിയൊക്കെ ഒന്ന് ഉണ്ടാക്കി കുടിക്കാമെന്ന് വെച്ചു. കിച്ചണിൽ കയറുമ്പോൾ ഇപ്പോൾ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കാരണം ഈ ഒരു സ്റ്റാൻഡ് വന്നപ്പോഴത്തേക്കും അടിപൊളിയാണ് ആ ഒരു കിച്ചൺ കാണാനായിട്ട്. പിന്നെ വെയിലടിക്കുമ്പോൾ പറയണ്ടല്ലോ. അപ്പം ഞാൻ ഇൻട്രോ ഒന്നും പറഞ്ഞാൽ നിങ്ങളെ ലാഗടിപ്പിക്കുന്നില്ല. വെൽക്കം ടു ഡെയിലി ഡയറീസ് ഓഫ് ജിയാൻഡസ്. യൂഷ്വലി ഞാൻ ഒറ്റയ്ക്കുള്ള ദിവസങ്ങളാണെങ്കിൽ എനിക്ക് രാവിലെ ഈ കോഫി ഉണ്ടാക്കി കുടിക്കാനായിട്ട് വലിയ മൂഡുകളൊന്നും കാണുന്നില്ല. പക്ഷേ ഇന്നത്തെ ദിവസം എനിക്ക് വലിയൊരു പണി ചെയ്യാനായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു മുൻകൂട്ടി എനർജി ഞാൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ കോഫിയൊക്കെ ഉണ്ടാക്കി സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് 2 സണ്ണി സൈഡ് അപ്സും പിന്നെ ഈ കാണിച്ച സാധനം കൂടാണ് കേട്ടോ. അതിൻ്റെ പ്രൊണൗൺസിയേഷൻ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ എന്നെ പറയുന്നത് ഗാർലിക് ബ്രെഡ് എന്നാണ്. അപ്പം ആ 2 പീസസ് ഓഫ് ഗാർലിക് ബ്രെഡും 3 പീസസ് ഓഫ് ഗാർലിക് ബ്രെഡും 2 സണ്ണി സൈഡ് അപ്സും ആണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ഞാനൊരു കാര്യം ഓർത്തത്. എൻ്റെ പുറകിലിരിക്കുന്ന ആ ഒരു വാൾപേപ്പർ ഇല്ല, അത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ലായിരുന്നല്ലേ കിച്ചൺ മേക്ക് ഓവറിൻ്റെ സമയത്ത്. അന്നേരം നമുക്കതില്ലായിരുന്നു കേട്ടോ. പിന്നീടാണ് അന്ന് തെമു അത് ഒന്ന് ഡെലിവർ ചെയ്തത്. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് അത് ചെയ്തത്. പക്ഷെ അന്ന് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ആ ഒരു സാധനം കൂടെ അവിടെ ഒട്ടിച്ചപ്പോഴത്തേക്ക് നല്ല രസമായിട്ടുണ്ട്. അതും റിമൂവബിൾ ടൈപ്പായിട്ടുള്ളൊരു വാൾപേപ്പറാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സെറ്റായി ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇന്നത്തെ നമ്മുടെ പണിയിലോട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു റൂം അങ്ങോട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. കണ്ടോ, ഇത് ഫുള്ള് വിൻഡോ ക്ലോത്ത്സ് ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന് താഴെ ഇരിക്കുന്ന ആ പെട്ടിക്കകത്താണ് എടുത്ത് വെക്കേണ്ടത്. പക്ഷേ ആ പെട്ടി അച്ചു ഇതുവരെ എനിക്ക് എടുത്ത് തന്നിട്ടില്ല. അപ്പോൾ എനിക്ക് എന്തായാലും ആ ഡ്രസ്സ് ഇപ്പം എടുത്ത് വെക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷെ എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു പെട്ടി എടുത്താലോ എന്നുള്ളത്. നടു പോയില്ലെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇതൊന്ന് എടുത്തു വെച്ചായിരുന്നെങ്കിൽ ഇത്രയും മെസ്സ് ഒന്ന് ക്ലിയർഡ് ആയി കിട്ടുമായിരുന്നു. പിന്നെ ഇത് നമ്മൾ അന്ന് കിച്ചൺ ഓർഗനൈസ് ചെയ്ത സമയത്ത് അവിടെ നിന്ന് എടുത്ത് വെച്ച സ്റ്റാൻഡാണ്. അപ്പം ഇത് ഞാൻ എന്തായാലും റൂം റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ഇത് എവിടെയെങ്കിലും ഒന്ന് വെക്കണമെന്നുള്ള രീതിയിൽ അങ്ങനെ എടുത്ത് നമുക്ക് ഓരോന്ന് സാധനങ്ങൾ എടുത്തെടുത്ത് നമുക്ക് ഡൈനിങ് ടേബിളിലോട്ട് വെക്കാം. എന്നിട്ട് ഈ ഒരു ഏരിയ അങ്ങോട്ട് ഫുള്ള് വെറ്റ് വൈപ്സ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാവേ. ഞാൻ ഈ റൊട്ടേറ്റിംഗ് ഓർഗനൈസർ മേടിച്ചത് അച്ചു UK വരുന്നതിന് മുന്നേ ആണ് കേട്ടോ. കാരണം അച്ചു സ്കിൻ കെയറിൻ്റെ ആളാണ്, ഞാനും ചെറിയ രീതിയിലെ സ്കിൻ കെയറിൻ്റെ ആളാണ്. അപ്പോൾ എനിക്ക് കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്കറിയാമായിരുന്നു അച്ചു ഭയങ്കരമായിട്ട് സ്കിൻ കെയർ നോക്കുന്നുള്ള ഒരു ആളാണെന്ന്. അപ്പോൾ അച്ചുവിൻ്റെ പ്രൊഡക്ട്സും കൂടി വരുമ്പോഴത്തേക്കും വെക്കാൻ സ്ഥലമില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു റൊട്ടേറ്റിംഗ് ഓർഗനൈസർ മേടിക്കുന്നത്. അത് ആമസോണിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. ബാക്കിയെല്ലാം തെമുവും ഷീനുമായിട്ടൊക്കെ മാറി മാറിയാണ് മേടിച്ചത്. അപ്പോൾ ഇവിടോട്ട് ആ ടേബിളിലിരുന്ന സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാവേ. ഇനി ഞാനൊന്ന് ട്രൈ ചെയ്യാനായിട്ട് പോവാണ്. ഈ ഒരു കുഞ്ഞ് ടേബിൾ എടുത്ത് ഇങ്ങോട്ടൊന്ന് നീക്കി വെച്ചിട്ട് ആ ഡ്രസ്സുകളെല്ലാം അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് പതുക്കെ ആ പെട്ടി എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്തിട്ട് എന്തായാലും ട്രൈ ചെയ്യാം. നടക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ആ പെട്ടിയൊന്ന് എടുത്തിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ജനലിൻ്റെ ഇവിടെ നിന്ന് വെച്ചാൽ കൊള്ളാമെന്നുണ്ട്. കാരണം അവിടെ ആകുമ്പോഴത്തേക്കും ആ ഒരു സ്പേസ് അങ്ങ് എംറ്റി ആവുമല്ലോ. പിന്നെ അവിടെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പം അറിയില്ല അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത്. കാരണം ഞാൻ തന്നെ അതെല്ലാം കയറ്റി വെക്കേണ്ട അവസ്ഥയാണ്. അച്ഛൻ്റെ ഹെൽപ്പ് എന്തായാലും ഇന്ന് ചോദിക്കാണ്ട് പറ്റത്തില്ല, കാരണം അച്ഛനും ഡ്യൂട്ടി ആണല്ലോ. അപ്പോൾ നാളെ നടക്കത്തില്ല. നാളെ നമ്മൾ വീട്ടിലില്ല, നാളെ നമ്മൾ വെളിയിലോട്ട് പോവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഈ ഒരു റൂമിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? നമുക്ക് വ്ളോഗ് എടുക്കാനായിട്ട് ഈ ഒരു ഫോണ് നമുക്ക് എങ്ങും വെക്കാൻ പറ്റത്തില്ല. സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എങ്ങും വെക്കാനായിട്ട് സ്പേസേ ഇല്ല. കാരണം സ്റ്റാൻഡ് മറ്റേ 4 കാല് ഇങ്ങനെ ഇരിക്കുമല്ലോ. അപ്പൊ പിന്നെ അത് വെക്കാനായിട്ടുള്ള സ്പേസ് ഇല്ല. ഇപ്പൊ ഞാൻ വെച്ചേക്കുന്നത് ഒരു പില്ലോടെ മുകളിലായിട്ട് ടിഷ്യൂവിന്റെ 10 സെറ്റുള്ള ഒരു ടിഷ്യൂ കവർ ഉണ്ടല്ലോ, അത് ഞാൻ പുറകിൽ വെച്ചിട്ടാണ് ഈ ഫോണിൽ ഞാൻ അവിടെ ചാരി വെച്ചേക്കുന്നത്. വേറെ വഴിയില്ല ഗൈസ്, ഞാൻ എന്ത് ചെയ്യാനാ? അപ്പൊ എനിക്ക് വ്ളോഗ് എടുക്കാനായിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ ഞാൻ പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ പിന്നെ ഫോൺ എടുത്തോണ്ട് പോയി അത് കാണിച്ചാലേ പറ്റത്തുള്ളൂ. അതെനിക്ക് ഇരട്ടി പണിയായിരിക്കും. അപ്പം അതിൽ നല്ലത് ഞാൻ ഓർത്ത് ഇങ്ങനെ ചെയ്യാമെന്ന്. ഇതിപ്പോൾ നിൽക്കുന്നിടത്തോളം കാലം ഇങ്ങനെ നിൽക്കട്ടെ. വീഴാണെങ്കിൽ ഒരു തോർത്തിന് മുകളിലോട്ടാണ് വീഴുന്നത്, താഴോട്ട് എന്തായാലും വീഴത്തില്ല. അപ്പോൾ നമ്മൾ സേഫ് ആവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാവേ. എനിക്ക് സത്യം പറഞ്ഞ് തണുപ്പ് തരുന്ന ഡ്രസ്സ് ഇവിടെ നിന്ന് മാറ്റിയാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഇത് ഭയങ്കരമായിട്ട് മെസ്സായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. എനിക്കിത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഇറിറ്റേഷനാണ് വരുന്നത്. അപ്പൊ ഞാൻ ഡ്രസ്സുകളെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് തോർത്തൊക്കെ ഉണ്ട് മാറ്റി വെക്കാനായിട്ട്. എന്നിട്ട് എനിക്ക് ഈ സ്റ്റാൻഡ് എടുക്കണം.
ഹീറ്ററിന്റെ തൊട്ട് മുന്നിലായിട്ട് ഒരു കുഞ്ഞൊരു സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ, തുണി വിരിക്കാനായിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ തുണി അവിടെ വിരിക്കാറില്ല, ഈ തോർത്ത് മാത്രമേ ഉള്ളൂ നമ്മൾ അവിടെ വിരിക്കാറുള്ളത്. അപ്പം ആ ഒരു സ്റ്റാൻഡ് എടുത്ത് മാറ്റിയിട്ട് പതുക്കെ നമുക്ക് പെട്ടി എടുക്കാൻ പറ്റുമോ ഇല്ലോ എന്നുള്ളത് നോക്കാം. അവിടെ നിന്ന് ഞാൻ പെട്ടിയൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഈ ബ്ലാക്ക് പെട്ടിയുടെ മുകളിലായിട്ട് നമുക്ക് മറ്റേ ആ ബ്ലൂ പെട്ടി എടുത്ത് വെക്കാം. എന്നിട്ട് അവിടെ ഒന്ന് കുറച്ച് റീഅറേഞ്ച്മെന്റ് ചെയ്യാനായിട്ടുണ്ട്. ആ ഇരിക്കുന്ന ഒരു മൂണില്ലേ ഞാൻ അവിടെ മുകളിലോട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, ആ മൂണിനെ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് വേറൊരു സ്ഥലത്തിലോട്ട് അത് എടുത്ത് മാറ്റി വെക്കാവേ. പിന്നെ ഇവിടെ ഇപ്പം ക്ലീനിങ് ഫുള്ള് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മുകളിൽ ഇരുന്ന ലാമ്പാണ് അത്, അതിനെ നമുക്ക് അവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഹീറ്റർ ഇപ്പോഴും സ്റ്റിൽ ഓൺ ആണ്, പക്ഷെ മിനിമം ആയിട്ടാണ് ഹീറ്ററിൽ വെച്ചേക്കുന്നത്, അല്ല നമ്മൾ ഫുള്ളി ഓഫ് ചെയ്തിട്ടില്ല. കാരണം ഫുള്ളി ഇപ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി മോൾഡ് കയറുമോ എന്നുള്ളൊരു പേടി കാരണമാണ് ഹീറ്റർ ഇപ്പം മൊത്തത്തിൽ അങ്ങോട്ട് ഓഫ് ആക്കാതെ ഇരുന്നത്. അവിടെ നമുക്ക് എന്തായാലും അത് ഇപ്പം ക്ലീൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല, അത് നമുക്ക് വേറൊരു ദിവസം ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഞാൻ ശരിക്കും പറഞ്ഞ് ഇപ്പോഴേ ടയേർഡായി. പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടി അതിനകത്ത് മുകളിൽ എടുത്ത് വെക്കാം, പറ്റുകയാണെങ്കിൽ എടുത്ത് വെക്കാം, അല്ലെങ്കിൽ ഞാൻ അത് വെളിയിലോട്ട് തന്നെ ആയിരിക്കും എടുത്ത് വെക്കുന്നത്. എന്നിട്ട് പിന്നെ ബെഡൊക്കെ ഇപ്പം നിരന്നിരിക്കുന്നത്, കാരണം ബെഡ്ഷീറ്റ് എന്തായാലും എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പം അത് വലിയ സീനില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടാസ്ക് ആണ് ഇത്. ഈ വീട്ടിലെ ഒരു പുരാണ വസ്തുവാണ് ഈ ഒരു ലാമ്പ്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവിടെയായിരുന്നു വെച്ചത്. ഞാൻ നിങ്ങളെ കാണിച്ചില്ലല്ലോ, പെട്ടി ഞാൻ എടുത്ത് മുകളിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വിധത്തിലായിരുന്നു ഞാൻ എടുത്ത് വെച്ചത്. ഞാൻ ഓർത്ത് ഞാൻ താഴെ വീണെന്ന്, കാരണം എന്റെ ഒരു കാല് ഈ കട്ടിലേലും ഒരു കാല് ഈ ടേബിളിലും കൂടെ ആയിരുന്നു. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ പെട്ടി എടുത്ത് മുകളിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും താഴെ വീഴത്തില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവിടെ ഇരിക്കുന്നത്. കാരണം ഞാൻ അടിയിലിരിക്കുന്ന പെട്ടി കുറച്ച് ഇങ്ങോട്ട് മുന്നോട്ട് നീക്കിയിട്ടുണ്ട്. അപ്പം ആ മുകളിലിരിക്കുന്ന പെട്ടി അങ്ങോട്ട് തള്ളിയാണ് ഇരിക്കുന്നത്. അപ്പം താഴെ വീഴത്തില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അതിരിക്കുന്നത്. പിന്നെ ഈ ഒരു ലാമ്പ് എടുത്ത് ആ ഒരു കോർണറിൽ വെക്കാന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം ഇതിനെ ഞാൻ ഇനി ഒരു ബൾബ് തപ്പിക്കൊണ്ട് വരണം. അപ്പം ഞാനൊന്ന് ബൾബ് പോയി തപ്പട്ടെ. ഞാനിത് ഇങ്ങനെയായിരുന്നു വെച്ചത്, പക്ഷെ ഇതെന്തോ എനിക്ക് അങ്ങോട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. ഈ ലാമ്പ് ഉണ്ടല്ലോ, ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇരുന്നത്, ഇതിന് നീളം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ മറ്റേ പെട്ടി എടുക്കുന്ന സമയത്തെ ഈ ലാമ്പ് ഞാൻ എടുത്ത് താഴെ വെച്ചിട്ടുണ്ടായി. അന്നേരം ആ പെട്ടി എൻ്റെ നിന്ന് ചെറിയ രീതിയിലൊന്ന് സ്ലിപ്പായി ഈ ലാമ്പിന്റെ മുകളിലോട്ടാണ് വീണത്. അങ്ങനെ ലാമ്പ് സ്മോളായി പോയതാണ് കേട്ടോ. അത് ഒടിഞ്ഞു പോയത്, എനിക്കറിയത്തില്ല അതെങ്ങനെ ഫിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ ഞാൻ വേറൊരു ബൾബ് അതിനകത്ത് ഇടാനായിട്ട് നോക്കി, പക്ഷെ ആ ഒരു ബൾബല്ല ഇതിനകത്ത് വരുന്നത്, ഇത് വേറൊരു ഹോൾഡറാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ബൾബ് ഇടാനും പറ്റത്തില്ല. പക്ഷെ എനിക്ക് ഈ ഒരു ഡെക്കോർ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഈ ലാമ്പിനെ എടുത്തൊന്ന് മാറ്റി വെക്കാന്ന് വെച്ചു. എന്നിട്ട് അവിടെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ ഞാൻ 2 കൊളുത്ത് കൊടുത്തിട്ടുണ്ട്, ഇവിടെയും 2 കൊളുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ മറ്റേ ഫോട്ടോ ഫ്രെയിം ആയിരുന്നിരുന്നു ഒരു ഗ്രീൻ കളറിലുള്ള, അത് ഞാൻ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ തൂക്കി വെക്കാം. അപ്പൊ ഇവിടെ ഈ 2 മുകളിലുള്ള 2 കൊളുത്തിലാണ് ആ ഗ്രീൻ ഫോട്ടോ ഫ്രെയിം വരുന്നത്. പിന്നെ ഈ 2 കൊളുത്തില് ഞാൻ ആ കുഞ്ഞ് ഡ്രീം ക്യാച്ചേഴ്സ് വെക്കാനായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ആ ഒരു ഏരിയ കാണാനായിട്ട് നല്ല രസമായിരിക്കുമല്ലോ. എന്നിട്ട് നമുക്ക് ഈ ഒരു സ്റ്റാൻഡില് മുകളിൽ എന്താ വെക്കുന്നത് ഞാൻ ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ നമുക്ക് മറ്റേ ക്ലിപ്സ് ഒക്കെ ഒന്ന് വെക്കാവേ. അതാകുമ്പോ എനിക്ക് പെട്ടെന്ന് എടുക്കാനൊക്കെ പറ്റും. കണ്ടോ, ഇതിങ്ങനെ ഇരുന്നോളാം. അപ്പൊ പെട്ടെന്ന് എടുക്കാനായിട്ട് എളുപ്പമാണല്ലോ. അങ്ങനെ അതിനി ഓരോ സൈഡിൽ നിന്ന് അത് സെറ്റ് ചെയ്യണം. എന്നിട്ട് ഈ ഒരു ഏരിയ ഒന്ന് സെറ്റ് ചെയ്യണം. കണ്ടോ, ഇതിനകത്ത് മെഡിസിൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം, എക്സ്പയറി കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. അങ്ങനെ ഓരോന്നായി നമുക്കിനി ചെയ്യാനായിട്ട് തുടങ്ങാവേ. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പം എപ്പോഴും തല കെട്ടുന്ന ഈ ഒരു ക്ലിപ്പായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ക്ലിപ്പ് എപ്പോഴും റീച്ചബിൾ ആയിട്ടുള്ള രീതിയിൽ ഇരിക്കാനായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു രീതിയിൽ പ്ലാൻ ചെയ്തിട്ടത്. അതാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും, പെട്ടെന്ന് വെക്കാനായിട്ട് പറ്റും. പിന്നെ നേരത്തെ ഇരുന്ന ആ ഒരു രീതികളൊന്നും എനിക്ക് ഇഷ്ടമില്ലായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് വേറെ സൊല്യൂഷൻ ഇല്ലാത്തതുകൊണ്ടായിരുന്നു നേരത്തെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. ഇപ്പം ഇങ്ങനത്തെ ഒരു രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റിയല്ലോ. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ട് നെട്ടൊന്നും വേണ്ട കേട്ടോ. അവിടെ നല്ല രീതിയിൽ ലൈറ്റ് ഇട്ടിരിക്കുന്നുണ്ടല്ലേ. നമുക്ക് ആ ഡോർ ഒന്ന് ക്ലോസ് ചെയ്യാമേ. ഒക്കെ ഞാൻ അതിനകത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ കൊച്ചു ക്ലിപ്സ് ഒക്കെ ഉണ്ട് അറേഞ്ച് ചെയ്യാനായിട്ട്. അപ്പൊ അതിനെ ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കാന്ന് വെച്ചു. ഞാൻ ശരിക്കും പറഞ്ഞപ്പോ കൊച്ചു ക്ലിപ്പൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. നമ്മൾ ചുരിദാറൊക്കെ ഇടുമ്പോൾ മാത്രമേ ഞാൻ അത് ഉപയോഗിക്കാറുള്ളൂ. പക്ഷെ ഇപ്പം ഇത്ര നാളെ വിന്റർ ആയിരുന്നല്ലോ, അപ്പൊ അത് ഉപയോഗിക്കാനായിട്ട് പറ്റിയിട്ടൊന്നുമില്ല. ഈ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, ഇത് എന്റെ അമ്മച്ചി എനിക്ക് തന്നതാണേ. ഇത് പണ്ട് എനിക്ക് തന്നതാ. ഇന്ന് ഞാൻ 9-ലോ 10-ലോ എങ്ങാണ്ട് പഠിക്കുന്ന സമയത്ത് നാട്ടിൽ വന്ന ടൈമിലെങ്ങാണ്ട് തന്നാണ് ഈ ഒരു ക്ലിപ്പ്. നല്ല രസമല്ലേ കാണാൻ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് അമ്മച്ചിയുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ വെച്ചേക്കുന്നതാണ്. ഇനി എന്റെ നേരത്തെ തലയിടുന്ന ആ കെട്ടും മറ്റേ ഈ ഹെയർ ബാൻഡും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന ഒരു ബോക്സ് ഞാൻ കാണിച്ചു തരാവേ. ഞാൻ ഇതിനകത്തായിരുന്നു ഫുള്ള് വെച്ചോണ്ടിരുന്നത്. അപ്പൊ ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. കാരണം
നല്ല രീതിയിൽ കൺജസ്റ്റഡ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. അപ്പൊ ഞാൻ ഓരോന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇത് മറ്റേ തെമൂന്ന് മേടിച്ചാണ് കേട്ടോ ഈ ഒരു ബോയ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഒരു പേളൊക്കെ ഉണ്ട് ഇവിടെ അടിയില്. നല്ല രസമാണ്, നല്ല ക്യൂട്ടാണ് കാണാൻ. ഞാൻ ഈ ഒരു കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് ഉണ്ടായിരുന്നു. ഈ റെഡ്, അതിന്റെ ഗോൾഡന്, പിന്നെ വേറൊരു ടൈപ്പ് സിൽവർ. ഇത് ഞാൻ ഞങ്ങളുടെ കല്യാണ ടൈമില്, നാട്ടിലുണ്ടായിരുന്ന ടൈമില് ഇത് എവിടെ നിന്ന് മേടിച്ചാൽ ഓർമ്മ. ഇന്ന് അവരുടെ പള്ളി പെരുന്നാളുടെ എങ്ങാണ്ട് ആ സമയത്ത് എങ്ങാണ്ട് മേടിച്ചാന്ന് തോന്നി. ഇത് കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല ഇതവിടെ നിന്നാണ്. പക്ഷെ അന്നേരം നാട്ടിൽ പോയ സമയത്താണ് ഇത് മേടിച്ചത്. ഇതിനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ആക്കി വെക്കാതെ. ഇനി അടുത്ത സെറ്റ് ഓഫ് ക്ലിപ്പ്, ഇതാ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ്. ഇത് ഞാൻ നാട്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് മേടിച്ചാണ് കേട്ടോ, കോളേജ് ടൈമിലൊക്കെ പോയത്. ഇനിയിപ്പൊ ട്രഡീഷണൽ ഡ്രസ്സസ് ഒക്കെ ഇടണമെന്ന് ഭയങ്കര ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്കൊന്ന് ചെത്തി നടക്കാൻ പറ്റിയ ടൈമുകളാണല്ലോ ഈ വരുന്നത്. അപ്പോ അതൊക്കെ ഒന്ന് വെളിയിരിക്കട്ടെ. ഇനി അടുത്ത സെറ്റ് ക്ലിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു കുഞ്ഞു ക്ലിപ്പാണ്. ഇതുണ്ടല്ലോ, ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്താണ് കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇത് ആരും എനിക്ക് ഗിഫ്റ്റ് ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ അന്ന് തൊട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചോണ്ടിരിക്കുന്ന ക്ലിപ്സ് ആണ് ഇതൊക്കെ. ഇത് ഞാൻ LKG പഠിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ. ഇത് മമ്മിയാണ് സൂക്ഷിച്ചു വെച്ചത്. ഇതൊക്കെ മമ്മി തന്നെയാണ് വെച്ചത്. പിന്നെ 12ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇതെല്ലാം സൂക്ഷിച്ചു വെക്കാനായിട്ട് തുടങ്ങി. അപ്പൊ ഇതിനെ നമുക്ക് ഇതിനകത്ത് ഇട്ടാക്കാവേ. ഇപ്പൊ സത്യം പറഞ്ഞാണ്ടല്ലോ ഈ ഒരു ഏരിയ കാണാനായിട്ട് കുറച്ച് എന്താ പറയാ, ഭയങ്കര രസമാണ് കേട്ടോ. ഇനി വേറൊരു ക്ലിപ്പ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു ക്ലിപ്പാണ് ഇത്. ട്രഡീഷണൽ വെയറിന് പറ്റിയൊരു ക്ലിപ്പാണ്. ഇതാ ഈ ഒരു ബട്ടർഫ്ലൈന്റെ ഇങ്ങനെ ഹാങ്ങിങ് വരുന്നൊരു ക്ലിപ്പ്. കാണാൻ നല്ല രസമല്ലേ? ഇത് ഞാൻ ഷീനിന്ന് മേടിച്ചതാണ്. ഇത് കല്യാണത്തിന് മുന്നേ ഞാൻ ഷീനിന്ന് മേടിച്ചതാണ്. ഇതിനെ നമുക്ക് ഇവിടെ ഹാങ് ചെയ്ത് വെക്കാം. ഇത് ഞാൻ ഷീനിന്നാണ് കേട്ടോ മേടിച്ചത്. നമ്മൾ കണ്ട വൈറ്റിന് തന്നെ ഒരു വേറെ ടൈപ്പ് ഓഫ് പിങ്ക് ആണ് ഇത്. സ്പെഷ്യൽ ഫ്ലവർ ആണ് കേട്ടോ ഉള്ളത്. മറ്റേത് ബട്ടർഫ്ലൈ ആയിരുന്നല്ലോ. കണ്ടോ, ഇതും ഹാങ്ങിങ് ഒക്കെ ഉള്ളതാണ്. ഇങ്ങനെയാണ് ഫ്ലവർ ഡിസൈൻ ആണ് അതിന് വരുന്നത്. അങ്ങനെ ക്ലിപ്പ് എല്ലാം ഒന്ന് അറേഞ്ച് ആയിരിക്കുന്നുണ്ട്. കണ്ടോ, നല്ല രസമില്ലേ കാണാൻ? അത് സ്പ്രേ ആണ് കേട്ടോ, അതാരും മൈൻഡ് ചെയ്യണ്ട. അതിലായിരുന്നു ഞാൻ ഇത്ര നേരം ഫോണൊക്കെ വെച്ചോണ്ടിരുന്നത്. എന്നിട്ട് നമ്മുടെ ഈ തല കെട്ടുന്ന ഈ ഒരു ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ ഞാൻ പൊട്ടിട്ടിട്ടുണ്ട്. പിന്നെ തല കെട്ടുന്ന സാറ്റേൺ മറ്റു സാധനങ്ങളെല്ലാം പേഴ്സിനകത്തും, പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ബോയും കാര്യങ്ങളെല്ലാം ആണ് ഇരിക്കുന്നത്. പിന്നെ ഈ വലുതായിട്ടിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് പഫറാണേ. പിന്നെ തൊട്ട് സൈഡിലിരിക്കുന്നത് വേറെന്തോ ഒരു സാധനമാണ്, മുടിയുടെ ബണ്ണോ അങ്ങനത്തെ എന്തോ ഒരു സാധനമാണത്. അപ്പൊ ഇത് സെറ്റായി. ഇനി നമുക്ക് അടുത്ത കാര്യം അടുത്ത് നമുക്ക് സ്കിൻ കെയർ പ്രൊഡക്ട്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നടുക്കി വെക്കാവേ. അപ്പൊ ഞാൻ കല്യാണത്തിനൊക്കെ ടൈമിൽ നാട്ടിൽ പോയി വന്നപ്പോഴത്തേക്കും കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായി. പിന്നെ ഇത് പപ്പയും അമ്മയും വന്ന സമയത്തും കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അമ്മ വന്ന സമയത്ത് കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ നാട്ടിൽ പോയപ്പോഴും കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അന്നേരം തൊട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാവേ. ഇത് ഈ പ്രാവശ്യം അമ്മ കൊണ്ടുവന്ന സമയത്ത് കൊണ്ടുവന്നതാണ് കാർമസിയുടെ ഫേഷ്യൽ റേസർ. ഇത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് നല്ല പ്രൊഡക്റ്റ് ആണ് കേട്ടോ, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പിന്നെ ഇത് അച്ചുവിന്റെ ആണേ, അച്ചുവിന്റെ ലിപ് ബാം ആണ് ഇത്. ഇതിനെ നമുക്ക് ഓപ്പൺ ആക്കി വെക്കാവേ. പിന്നെ നമ്മുടെ മെബലിന്റെ ന്യൂയോർക്ക് സെൻസേഷണൽ മറ്റേ ലിപ്സ്റ്റിക് ഉണ്ട്, ലിക്വിഡ് മാറ്റിന്റെ ആണിത്, ഷെയ്ഡ് 11. ഇതാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റെഡ് കളർ ലിപ്സ്റ്റിക്ക്. പക്ഷെ എന്റെ ലിപ്സ്റ്റിക്സ് കുറെ ആൾക്കാർ ചോദിക്കുന്നത് ഞാൻ ആ ബ്രൗൺ കളർ ലിപ്സ്റ്റിക് അത് ഏതാന്നുള്ളതാണ്. അത് റിമലിന്റെ ആണ് കേട്ടോ. അത് ഞാൻ അടുക്കി വെക്കുന്ന സമയത്ത് ഞാൻ പറയാവേ. പിന്നെ ഇത് ഞാൻ പോയപ്പോ സമയത്ത് കൊണ്ടുവന്നായിരുന്നു വോവ് സ്കിൻ സയൻസിന്റെ ഫേസ് വാഷ്. ഇതിന്റെയൊക്കെ എക്സ്പയറി എനിക്ക് നോക്കണം. സത്യം പറഞ്ഞ ഇത് കഴിഞ്ഞ മാസം എക്സ്പയറി ആയിപ്പോയി ഗൈസ്. ഇനിയിപ്പോ ഇതെടുത്ത് കളഞ്ഞാലേ നടക്കത്തുള്ളൂ. എനിക്ക് നല്ല വിഷമുണ്ട് ഗൈസ്. ഇത്രയും പൈസ കൊടുത്ത് മേടിച്ച സാധനം ഉപയോഗിക്കാൻ പോലും ഒരു ചാൻസ് കിട്ടിയില്ല. എന്ത് ചെയ്യാനാ, നമുക്ക് ഇനി എടുത്ത് കളഞ്ഞാലേ പറ്റത്തില്ല. ഫേസിലും തേക്കുന്ന സാധനമായിട്ട് നമുക്ക് റിസ്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം അതെന്തായാലും ഡസ്റ്റ്ബിനിലോട്ട് പോവാണ്. പിന്നെ ഉള്ളത്
ഗുഡ് വൈബ്സിന്റെ ഡീറ്റ് ആൻഡ് ഗ്ലോ ഫേസ് മാസ്ക് ആണിത്. ഇത് അടുത്ത വർഷം വരെ ഉണ്ട്. ഇത് കുഴപ്പമില്ല, ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. അപ്പൊ ഇങ്ങനെ ഇരുന്ന ഒരു കുഞ്ഞു ഡ്രോയറിനെ ഞാൻ സെറ്റാക്കി ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ സ്കിൻ കെയർ പ്രൊഡക്ട്സും ഇതിനകത്ത് കയറിയിട്ടുണ്ടേ. അപ്പൊ ഈ ഒരു സ്റ്റാൻഡിലാണ് കേട്ടോ സ്പ്രേ വെക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഓരോ സ്പ്രേ അടുക്കി വെച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. അങ്ങനെ സ്പ്രേ ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഓരോന്ന് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ എവിടെ നിന്നാണ് മേടിച്ചത്. ഈ രണ്ടെണ്ണം ഹോം ബാർഗെയിൻസ് എന്നാണ് കേട്ടോ. ഇത് നല്ല അടിപൊളി സ്പ്രേ ആണ്, ഈ രണ്ടും സ്പ്രേ. പിന്നെ തൊട്ടു പുറകിലിരിക്കുന്ന ഇതും ഒരു സെറ്റാണ്. അത് ചേട്ടനും ചേച്ചിയും വെഡിങ് ആനിവേഴ്സറിക്ക് നമുക്ക് ഗിഫ്റ്റ് ആണ് കേട്ടോ. ഇതിപ്പോ എനിക്ക് മനസ്സിലായത് എവിടെ നിന്നാണ് വന്നതെന്നുള്ളത്. ഇത് മമ്മിയുടെ ഒരു ഫ്രണ്ട് നമുക്ക് ഗിഫ്റ്റ് തന്നതാണ്. പിന്നെ ഇത് സ്പോർട്സ് ഡയറക്റ്റ് അച്ചു മേടിച്ചതാണ്. ഇത് പൗണ്ട് ലാൻഡിൽ നിന്ന് മേടിച്ചതാണ്. ഇത് മൈക്കിൾ കോഴ്സിന്റെ. ഇത് നമ്മള് ഫ്രാൻസിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആ സമയത്ത് നമ്മൾ മറ്റേ ഫെറിയിലുണ്ടായിരുന്ന ടൈമിൽ അവിടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ ഇത് ബോഡി ഷോപ്പിൽ നിന്നാണ്. ഇതൊരു മിസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ സ്പ്രേ കളക്ഷൻസ് ഉള്ളത്. ഇനി ഇത് കണ്ടിട്ട് ഇനി അച്ഛന് വേറെ സ്പ്രേ മേടിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. നമുക്കതെല്ലാം കാത്തിരിക്കാം. വേറൊരു സ്പ്രേ കൂടെ ഉണ്ടായിരുന്നു ഗൈസ്. ഇതാ ഊതിന്റെ സ്പ്രേ. ഇത് നമ്മൾ പെർഫ്യൂം ഷോപ്പിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. ഇതിനെ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്ത് വെക്കാം. അപ്പം ഇപ്പം സ്പ്രേ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. വാച്ചസ് എല്ലാം ഞാൻ നേരത്തെ അറേഞ്ച് ചെയ്ത് വെച്ചാണ് കേട്ടോ, ഇവിടെ വരുന്നതിന്റെ മുന്നേ. അപ്പം ഇത് മാത്രമേ ഉള്ളൂ ഞാൻ എനിക്ക് വേണ്ടി പൈസ കൊടുത്ത് മേടിച്ച വാച്ച്. ബാക്കി എല്ലാം എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. മിക്കതും വെഡിങ്ങിന്റെ ഗിഫ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഈ ഒരു സെക്ഷനിൽ അച്ഛൻ്റെ വാച്ചും ഇടിവളയും ഇരിപ്പുണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് മറ്റേ സ്പ്രേ വെച്ചേക്കുന്നതിന്റെ പുറകിലായിട്ട് എടുത്ത് വെക്കാവേ. കാരണം ഇത് വെക്കാനായിട്ട് വേറെ സ്ഥലമില്ല. അപ്പൊ അത് മാത്രമേ ഉള്ളൂ ഒരു സ്പേസ് ഉള്ളത്. അപ്പൊ അവിടെ നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ. ഇത് കണ്ടാൽ നിങ്ങൾ ഓർക്കും ഒരു പെർഫ്യൂം ബോക്സ് ആണ്. പക്ഷെ ഇതൊരു പെർഫ്യൂം ബോക്സ് ആണ്. പക്ഷെ ഇതിനകത്ത് വേറെ സാധനമാണ് ഇരിക്കുന്നത്. ഇതിന് ഞാൻ ചെറിയ രീതിയിൽ ടൂൾ ബോക്സ് ആക്കി വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഓരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മേടിക്കുമ്പോൾ കിട്ടുന്ന സ്ക്രൂ ഡ്രൈവേഴ്സ് ആണ് കേട്ടോ ഈ രണ്ടും ഇതും. പിന്നെ ഇത് നമ്മൾ അല്ലാതെ മേടിച്ചാണ്, അല്ല കടയിൽ പോയി മേടിച്ചാണ്. അതിൻ്റെ കൂടെ കിട്ടിയ ഫിഷേഴ്സും സ്ക്രൂസും ഒക്കെ ഉണ്ട് അതിനകത്ത്. ഞാൻ ഓർത്തുന്ന പിന്നെ ആ കാര്യങ്ങളെല്ലാം ഇതിനകത്തങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തപ്പേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഈ ഒരു ഗോസ്റ്റിന്റെ ബോക്സിനകത്ത് ഞാൻ എന്താ വെക്കുന്നത് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ആരും എക്സ്പെക്ട് ചെയ്യാത്ത സാധനമായിരിക്കും ഇതിനകത്ത് ഞാൻ വെക്കാനായിട്ട് പോകുന്നത്. ഞാൻ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ ആരും എക്സ്പെക്ട് ചെയ്യാത്ത സാധനം എന്താന്ന് കണ്ടില്ലേ? എന്റെ ഷെയ്ഡ്സ് ഒക്കെയാണ് ഞാൻ ഇതിനകത്ത് വെച്ചേക്കുന്നത്. അപ്പൊ എനിക്ക് അതിനും ഒരു ഓർഗനൈസർ കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് ഫുള്ള് മറ്റേ ഇത് അണ്ടർ ഐ പാച്ചസ് ആണ് കേട്ടോ. പിന്നെ ഇത് മറ്റേ റോളർ അല്ലേ, ഇത് ജെയ്ഡ് റോളർ, ആ ഒരു സാധനമാണ് ഇത്. പിന്നെ ഇത് ഫുള്ള് ഷീറ്റ് മാസ്കും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഹെയർ കെയറിന്റെ ആക്സസറീസ്. പിന്നെ ആക്നെയുടെ പിമ്പിൾ പാച്ച് ഉണ്ട്. പിന്നെ ഇത് ഒരു പ്ലാസ്റ്റിക്കിന്റെ ബാഗാണ്, ജ്വല്ലറീസ് ഒക്കെ ഇട്ട് വെക്കാനായിട്ടുള്ള. ഇത് അച്ചുവിന്റെ മറ്റേ ഷേവ് ചെയ്യാനായിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. അപ്പൊ ഇത് നേരത്തെ അറേഞ്ച് ചെയ്തിരുന്നതാണ്. അപ്പൊ ഇതിനെ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തു. എന്നിട്ട് ഇതിനെ നമ്മൾ വെക്കാനായിട്ട് പോകുന്നത് ഇവിടെയാണേ. ഇതിനകത്താണ് അതിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഫുൾ എന്റെ ജ്വല്ലറീസ് ആണ് കേട്ടോ ഈ ഒരു സെക്ഷൻ. അപ്പൊ അതിന് എനിക്കൊന്നും ചെയ്യാനായിട്ടില്ല, ഫുൾ അറേഞ്ച് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. പിന്നെ ഇതിനെ നമുക്ക് പുറത്തെടുത്തിട്ട് അത് നമുക്ക് മറ്റേ ആ റൊട്ടേറ്റിംഗ് സാധനത്തിനകത്ത് വെക്കണം. ഇനി ഞാൻ കയറ്റി വെക്കാനായിട്ട് പോകുന്നത് ഇത് അച്ഛൻ്റെ ഷേവിങ് കിറ്റാണേ. ഇത് ഇതിനകത്തിരിക്കട്ടെ. പിന്നെ ഇതിനകത്ത് എൻ്റെ വളയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതും അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചു. അപ്പൊ ഇതിനകത്താണ് ഞാൻ എൻ്റെ റിങ്സ് എല്ലാം വെച്ചേക്കുന്നത്. അത് സിലിക്കൺ ജെല്ലാണ് കേട്ടോ, ആ 2 പാക്കറ്റ്. അത് അകത്ത് ഫംഗസ് കയറാതിരിക്കാൻ വേണ്ടിയാണ് അതങ്ങനെ വെച്ചത്. അപ്പൊ ഇതെല്ലാം ആർട്ടിഫിഷ്യലാണ് കേട്ടോ, സ്വർണ്ണമൊന്നുമില്ല. അപ്പൊ ഇതിനെ നമുക്ക് ഇവിടോട്ട് വെക്കാന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്ന സാധനമാണ്. അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ വളയൊക്കെ ഇട്ട് വെച്ചേക്കുന്ന ആ ഒരു ബാഗ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു സ്റ്റാൻഡിലൊക്കെ വെക്കാനായിരുന്നു ഇടുന്നത്. പിന്നെ ഓർത്ത് വേണ്ട, കാരണം ഇത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പൊടി പിടിക്കും. അപ്പൊ അതിൽ നല്ല ഈ ബാഗിനകത്തിരിക്കുന്നതല്ലേ. ഇതൊക്കെ വല്ലപ്പോഴല്ലേ നമ്മൾ എടുക്കത്തുള്ളൂ. അപ്പം പിന്നെ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ വെച്ചു. പിന്നെ ഇതാ ഇവിടെ ഞാൻ മറ്റേ റിങ്സ് ഒക്കെ വെച്ചേക്കുന്ന ആ ഒരു ബോക്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് റൊട്ടേറ്റബിൾ ഓർഗനൈസർ ആണ് കേട്ടോ. ഇതിനകത്ത് ഞാൻ എൻ്റെ ഐലൈനറിന്റെ ആ ബ്രഷും, പിന്നെ ഇത് ഐലൈനറാണ്, പിന്നെ ഇങ്ങനത്തെ കുറച്ച് ബനാന ക്ലിപ്സും, പിന്നെ ഇവിടെ എവിടെ ഒരു ലിപ് ലൈനർ ഇരിപ്പുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ തൊട്ട് പുറകിലിരിക്കുന്നത് ഇതിനകത്ത് ബഡ്സും ഇതിനകത്ത് സേഫ്റ്റി പിന്നും അങ്ങനത്തെ. പിന്നെ ഇത് മെഷറിംഗ് ടേപ്പ് ആട്ടോ. ഇത് മെഷറിംഗ് ടേപ്പ് ആണ് കേട്ടോ ഈ ഒരു ബെയറിന്റെ മോന്തയുള്ളത്. ഇത് പിന്നെ ഡ്രസ്സിന്റെ ഒക്കെ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ്.
ഈ റൊട്ടേറ്റിംഗ് ഓർഗനൈസർ എനിക്ക് ഇഷ്ടമാണെങ്കിലും ഇത് ക്ലീൻ ചെയ്യാനായിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. കാരണം മുകളിലത്തെ സെക്ഷനിലാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഒരു സ്മോൾ സെക്ഷൻസ് ആണ് അത്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനെടുക്കാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ ഇതിനെല്ലാത്തിനും ക്ലീൻ ചെയ്യുന്നത് ആദ്യം വെറ്റ് വൈപ്സ് വെച്ചിട്ട് തുടച്ചിട്ട് പിന്നെ ടിഷ്യൂ വെച്ചിട്ട് തുടച്ചിട്ടായിരിക്കും ക്ലീൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മുകളിലത്തെ സെക്ഷൻസിൽ ഞാൻ ഫുൾ എപ്പോഴും നെയിൽ പോളിഷസ് ആണ് കേട്ടോ വെക്കുന്നത്. താഴത്തെ സെക്ഷനിൽ മാത്രമേ ഉള്ളൂ ഈ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ അത് ഫുള്ള് സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ വെച്ച ആ ഒരു കോർണർ സ്റ്റാൻഡിൽ ഞാൻ ഈ ഒരു ഫ്ലവർ ഒന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആർട്ടിഫിഷ്യലാണ് കേട്ടോ, ഇത് ഒറിജിനലൊന്നും അല്ല. അപ്പോൾ ഇതിനവിടെ സെറ്റ് ചെയ്തിട്ട് നമുക്കൊരു കുഞ്ഞ് ഒരു വയലിൻ ഷേപ്പിലുള്ളൊരു ക്ലോക്ക് ഉണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ എനിക്ക് നല്ല രീതിയിൽ വിശപ്പ് വന്നതുകൊണ്ട് ഫ്രീസറിലിരുന്ന ഈ ഒരു ടേക്ക് അവേ ചിക്കൻ കറി നൂഡിൽസ് ഞാനൊന്ന് ചൂടാക്കി കഴിക്കാമെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ വെയിൽസിൽ പോയ സമയത്ത് മേടിച്ചിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് നേരത്തെ നമ്മളിവിടെ മേടിച്ച് വെച്ചത്. എപ്പോഴെങ്കിലുമൊക്കെ ഇത് ഉപയോഗം ആവുമല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ നേരത്തെ മേടിച്ച് വെച്ചതാണ്. അപ്പോൾ ഫൈനലായിട്ടുള്ള ആ ഒരു റൂമിൻ്റെ ലുക്ക് നിങ്ങൾക്ക് കാണണ്ടേ. അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ കഷ്ടപ്പെട്ട് പണി ചെയ്ത ആ ഒരു ഫൈനൽ ലുക്ക്. അച്ഛ ഡ്യൂട്ടി കഴിഞ്ഞ് ഈ ഒരു ബെഡ്റൂം കണ്ടപ്പോഴത്തേക്ക് ശരിക്കും നെട്ടി കേട്ടോ. കാരണം അച്ഛ ഇത്രയൊന്നും എക്സ്പെക്ട് ചെയ്തിട്ട് പോലും ഇല്ലായിരുന്നു. പിന്നെ പ്രത്യേകിച്ചും പെട്ടി ഞാൻ എടുത്ത് മുകളിൽ വെക്കുന്നുള്ള ഒരു കാര്യമൊന്നും ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. അച്ഛന് ഞാൻ ഒരു ശകലം പോലും ക്ലൂ കൊടുത്തിട്ടില്ലായിരുന്നു ഇന്ന് ഞാൻ ബെഡ്റൂമൊക്കെ ഒന്ന് ഫുള്ള് മേക്ക് ഓവർ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അങ്ങനെ അച്ഛനെ നല്ല രീതിയിൽ അത് സർപ്രൈസ് ആയിരുന്നു. എനിക്കത് ഒത്തിരി ഹാപ്പിയായി. ഞാൻ ഇന്ന് കിടന്ന് അധ്വാനിച്ച് എല്ലാം കെട്ടിയവനങ്ങ് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇതോടെ ഇന്നത്തെ വ്ളോഗ് നമ്മൾ എൻഡ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ദിസ് ഇസ് ഡെയിലി ഡയറീസ് ഓഫ് ജെ ആൻഡ് എസ് സൈനിങ് ഓഫ്.